നമുക്കറിയാം, ഇതൊരു തിരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. നമ്മുടെ കേരളത്തിൽ പഞ്ചായത്ത്, അതോടൊപ്പം കോർപ്പറേഷൻ ഇലക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അതാത് പാർട്ടിക്കാർ ഈ ഇലക്ഷൻ പ്രചാരണങ്ങളും കൊട്ടിക്കലാശങ്ങളും ഒക്കെ നടത്തുകയുണ്ടായി. അത്തരത്തിലൊരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണാനിടയായി. ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാം. കണ്ടില്ലേ, കുറേ ചെറുപ്പക്കാർ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് പാട്ടുകളൊക്കെ ഇട്ട് അവരുടെ പാർട്ടിയെ വിജയിപ്പിക്കാനുള്ള ആവേശത്തിലാണ്, അതിൻ്റെ ആഹ്ലാദത്തിലാണ്. നോക്കൂ, ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊട്ടിക്കലാശം നടത്താനും അതോടൊപ്പം പ്രചാരണം നടത്താനും എല്ലാവർക്കും അവകാശമുണ്ട്. നോക്കൂ, ഈ വീഡിയോ ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെയോ വിമർശിക്കാനോ കളിയാക്കാനോ പരിഹസിക്കാനോ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ നോക്കൂ, ഈ വീഡിയോയിൽ പർദ്ദയിട്ട കുറച്ച് സ്ത്രീകളെ കാണാൻ സാധിക്കും. അവരെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇസ്ലാമികമായ രീതിയിൽ പർദ്ദയും മുഖംമൂടിയൊക്കെ അണിഞ്ഞു നിൽക്കുന്ന കുറച്ച് താത്തമാരെയും കുറച്ച് പെൺകുട്ടികളെയും ഒക്കെ കാണുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് ആരും അങ്ങനെ അധികം പ്രതികരിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നില്ല. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് പണക്കാട് സയ്യിദ് മുനവ്വറിലെ ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിൻ്റെ മകൾ ഫാത്തിമ നർഗീസുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ഫാത്തിമ നർഗീസ് ഒരു പ്രസ്താവന നടത്തി. ഫാത്തിമ നർഗീസിനോടൊരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവിടെ ഹറമിൽ വന്നുകൊണ്ട് നിസ്കരിക്കുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് കേരളത്തിൽ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാനുള്ള വിലക്കേർപ്പെടുത്തിയത്, അനുമതിയില്ലാത്തത് എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഫാത്തിമ നർഗീസ് അതിന് പറഞ്ഞ മറുപടി, അതൊക്കെ മാറേണ്ടതുണ്ട്, സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാനുള്ള അനുമതിയൊക്കെ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള മറുപടിയായിരുന്നു. ആ പ്രസ്താവന വലിയ രീതിയിൽ വിവാദമായി മാറി. ഒരു ഭാഗത്ത് ഫെമിനിസ്റ്റുകളും വഹാബികളും പുത്തനാശയക്കാരുമൊക്കെ ഫാത്തിമ നർഗീസിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നു. മറുഭാഗത്ത് സമസ്തയിലെ ഉസ്താദുമാരും പണ്ഡിതരുമൊക്കെ ആ നിലപാട് തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ഉടൻ തന്നെ ഫാത്തിമ നർഗീസിന്റെ പിതാവായിട്ടുള്ള സയ്യിദ് മുനവ്വറിലെ ശിഹാബ് തങ്ങൾ തന്റെ മകൾ നടത്തിയ ആ ഒരു പ്രസ്താവനയെ തിരുത്തിക്കൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഈ ഒരു വിഷയത്തിൽ തന്റെ മകൾക്ക് മതപരമായിട്ടുള്ള അറിവില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്നുള്ള വിഷയമായിരുന്നു അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നാൽ അത്തരമൊരു വിഷയം വലിയ രീതിയിൽ വിവാദമായെങ്കിലും ഇത്തരം കാഴ്ചകൾ, ഇത്തരം പ്രവണതകൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നതിന് ഒരു വിലക്കുമില്ല. എന്നാൽ പള്ളി നിന്നുകൊണ്ട് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം അത് വീടാണ്. ഇനി ആരെങ്കിലും അങ്ങനെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നാൽ അവരെ തടയാനോ പിടിച്ചുവെക്കാനുമാകില്ല. ദീനീബോധത്തോടുകൂടി ജീവിക്കുന്ന ഒരു സ്ത്രീ, യുക്തിയോടുകൂടി ചിന്തിക്കുന്ന ഒരു സ്ത്രീ ഒരിക്കലും ഇത്തരം ഒരു പ്രവണതയിലേക്ക്, അതായത് പള്ളിയിലേക്ക് നിസ്കരിക്കാനായി ഒരിക്കലും മുന്നോട്ട് വരില്ല. സ്ത്രീകളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം അത് വീടാണെന്ന് പറഞ്ഞു വെച്ചത്. നോക്കിയൊരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മനോഹരമായ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ആ വീഡിയോ ഞാനത് കാണിക്കാം. ജമാഅത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലുള്ള ജമാഅത്ത് എല്ലാവർക്കും ഉത്തമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. പിന്നെ പെണ്ണുങ്ങൾ നിങ്ങൾ തടയാൻ പോകണ്ട എന്ന് പറഞ്ഞില്ല. നിങ്ങൾ തടയേണ്ട ആവശ്യം വരില്ല. നല്ല പെണ്ണുങ്ങളാണെങ്കിൽ അവർ പള്ളിയിലേക്ക് പോകില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിതത്വം, അവരുടെ സംരക്ഷണം, അവരുടെ മാന്യത ഇതൊക്കെ സംരക്ഷിക്കപ്പെടണം. അപ്പൊ സ്ത്രീകള് പുരുഷന്മാര് പങ്കെടുക്കുന്ന ജമാഅത്തുകളിൽ അവർ പങ്കെടുത്താൽ ചിലപ്പോൾ ഇതിന് കോട്ടെന്ന് വെച്ചിട്ട് വല്ല പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്ത്രീകളെ പഴുകുപാത്രം പോലെ ശ്രദ്ധിച്ചു കൊണ്ടുപോകണമെന്നാണ്. അവർ ഒടയാൻ പാടില്ല, അവർ ഉടക്കാൻ പാടില്ല. സ്ത്രീകൾക്കുള്ള എല്ലാ കാര്യങ്ങളും അത് പുരുഷന്മാർ ചെയ്തു കൊടുക്കണം എന്നാണ്. അവരുടെ സുരക്ഷയ്ക്ക് തന്നെ ഒരു പ്രവർത്തിക്കും അവരെ വിടാൻ പാടില്ല, അതിനോട്ട് ശ്രദ്ധിച്ചു കൊള്ളണം എന്നാണ്. അത്രമാത്രം സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി കൽപ്പിച്ചതായ ഒരു മതമാണ് ഇസ്ലാം. നോക്കി, എത്ര മനോഹരമായിട്ടാണ് തങ്ങൾ പറഞ്ഞു വെച്ചത്. ഇതേ ഒരു വിഷയം, ഈ ഒരു ചോദ്യം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. പള്ളിയിൽ പോയി പുരുഷന്മാർ പ്രാർത്ഥിക്കുമ്പോൾ, ജുമാ നമസ്കരിക്കുമ്പോൾ വനിതകൾക്ക് വീട്ടിൽ വെച്ച് തന്നെ പള്ളി ദൈവം അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ഭാഷ്യവും വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ പരിപാടി ശ്രദ്ധിക്കുന്ന വനിതകൾക്ക് വേണ്ടി, മുസ്ലിം സഹോദരിമാർക്ക് വേണ്ടി കാന്തപുരത്തിന്റെ വാക്കുകൾ. ഈ പള്ളിയിൽ ആരാധിക്കുക എന്ന വിഷയത്തിൽ മാത്രമല്ല സ്ത്രീകളെ മാറ്റി നിർത്തിയത്. ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തതുപോലെ സ്വാതന്ത്ര്യം കൊടുത്ത മറ്റൊരു മതവും ഇല്ല. ചില മതങ്ങളിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം പോലുമില്ല.
ഇസ്ലാം സ്ത്രീകൾക്ക് സ്വത്തവകാശം വെച്ചിട്ടുണ്ട്. ഭർത്താവ് അനധികൃതമായി ഭാര്യയോട് പെരുമാറുകയും ഭാര്യയെ ഒഴിവാക്കി കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ, ദുരുപയോഗപ്പെടുത്താതിരിക്കാനാണ് പ്രത്യേക സാഹചര്യമെന്ന് ഞാൻ പറയുന്നത്, പ്രത്യേക സാഹചര്യത്തിൽ ഭർത്താവിനെ ഒഴിവാക്കാനുള്ള സ്വാതന്ത്ര്യം വരെ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ ഭർത്താക്കൾ ഭാര്യമാരെ സംരക്ഷിക്കുന്നതിൽ വളരെ കർശനമായി പാലിക്കേണ്ട നിയമങ്ങൾ ഇസ്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവന്ന പല സംഭവങ്ങളുമുണ്ട്. അത് പറയാൻ ഈ സമയം അയോഗ്യമല്ലാത്തത് കൊണ്ട് ചുരുക്കുകയാണ്. അങ്ങനെ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വലിയ വലിയ സ്ഥാനം കൊടുത്തെങ്കിലും അവരുടെ പാതിവൃത്തി സംരക്ഷിക്കുവാനും അവരുടെ പരിശുദ്ധി നിലനിർത്താനും പരപുരുഷന്മാരുമായി ഇടകലരുന്ന എല്ലാ രംഗങ്ങളിൽ നിന്നും അവർ മാറി നിൽക്കേണ്ടതാകുന്നു എന്ന സംവിധാനമാണ് ഇസ്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നോക്കൂ, സുനിത ദേവദാസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോ ചെയ്തതിന്റെ താഴെ ഒരു മുസ്ലിം സ്ത്രീയുടെ മനോഹരമായ കമന്റാണ്. അതിൽ ആ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു മുസ്ലിം സ്ത്രീ എന്ന നിലയിൽ സ്ത്രീകൾ പള്ളിയിൽ പോകണമെന്ന് നിർബന്ധമാക്കാത്തത് എനിക്കൊരു സൗകര്യമായിട്ടേ തോന്നുന്നുള്ളൂ. അതിന് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. എന്നാൽ യാത്രാമധ്യേ വീട്ടിലെത്തും മുമ്പ് നമസ്കാരം മുടങ്ങുമെന്ന ഘട്ടം വന്നാൽ പള്ളിയിൽ കയറി നമസ്കരിച്ചിട്ടുമുണ്ട്. പിന്നെ ഇത് സ്ത്രീകൾക്ക് പ്രത്യേകമായൊരു ഓഫറാണ്. വീട്ടിലിരുന്ന് നിസ്കരിച്ചാൽ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന പ്രതിഫലം തരാമെന്ന് സൃഷ്ടാവ് പറഞ്ഞാൽ എന്നെ പോലുള്ളവർക്ക് അതിൽ വളരെ സന്തോഷം. ഓഫർ കിട്ടിയാൽ ഓഫർ വേണ്ട എന്ന് നമ്മൾ ആരെങ്കിലും പറയുമോ? നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ മുതലാളി വന്ന് പറയുകയാണ്, നിങ്ങൾ ഇനി മുതൽ ഓഫീസിലിരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ട, നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്താൽ മതി, ശമ്പളം ഇവിടെ കിട്ടുന്ന അതേ ശമ്പളം നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ജോലി ചെയ്താലും കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതായിരിക്കും, ഏത് ഓപ്ഷനായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക? സ്വാഭാവികമെന്നോണം നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കുക വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ആ ഓപ്ഷൻ തന്നെയായിരിക്കും. നമുക്കറിയാം, നിരന്തരമായിക്കൊണ്ട് ഇസ്ലാമിക വിരോധികൾ പലപ്പോഴും പറഞ്ഞു വെച്ച് നടക്കുന്നൊരു പച്ചനുണയാണ് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് യാതൊരുവിധ അവകാശവും സ്വാതന്ത്ര്യവും നൽകുന്നില്ല എന്നുള്ളത്. എന്നാൽ നേരെ മറിച്ച് അങ്ങനെയല്ല. മറ്റേതു മരത്തേക്കാളും ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വലിയ പൂർണ്ണമായ സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ നൽകുന്നുണ്ട്. അതോടൊപ്പം സ്ത്രീകളുടെ സുരക്ഷിതത്വം, അതാണ് ഇസ്ലാം നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് അല്ലെങ്കിൽ നിസ്കരിക്കുന്നതിന് പകരം വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി എന്ന് ദീനുൽ ഇസ്ലാം അവരോട് പഠിപ്പിച്ചത്. പള്ളിയേക്കാൾ ഏറ്റവും ഉത്തമം സ്ത്രീകൾക്ക് വീടാണ് എന്നുള്ള കാര്യം ഇരു ഹറമുകളിലെയും ഇമാമുകൾ പോലും പലപ്പോഴായി പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ ആ സ്ത്രീകളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് വീടാണ് ഉത്തമമെന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ഇവിടെ ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആണുങ്ങൾ ഇങ്ങനെ ആടിത്തിമിർക്കുന്ന ആഘോഷിക്കുന്ന ആ ഒരു ഇടയിലേക്ക് അതും ഇസ്ലാമികമായ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഈ പെണ്ണുങ്ങൾ ഇറങ്ങിച്ചെല്ലുകയാണ്. നിങ്ങൾ നോക്കൂ, ആ സ്ത്രീകൾ ധരിച്ചിരിക്കുന്നത് പർദ്ദയാണ്, മുഖം മൂടിയൊക്കെ ധരിച്ചിട്ടുണ്ട്. അന്യപുരുഷന്മാർ തങ്ങളുടെ ശരീരഭാഗങ്ങളും മുഖവും കാണരുത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവർ ആ നിക്കാബും ഹിജാബും പർദ്ദയും ഒക്കെ ധരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഇസ്ലാം പഠിപ്പിച്ച അതേ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പെണ്ണുങ്ങൾ ആ ആടിത്തിമിറുക്കുന്ന ആണുങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം. ഇത്തരം ഇലക്ഷൻ്റെ ഭാഗമായിട്ട് പ്രചാരണങ്ങളും മറ്റുമൊക്കെ നടക്കുന്ന സമയത്ത് പലപ്പോഴും ബാങ്ക് വിളിക്കുന്ന സമയത്ത് പോലും അത് നിർത്താതെ, ശബ്ദം കുറയ്ക്കാതെ, അതോടൊപ്പം നിസ്കാരം നടക്കുന്ന ആ പള്ളികളുടെ അടുത്തുകൂടി പോലും ഇത്തരം അനൗൺസ്മെൻറ്റുകളും പരിപാടികളും ഒക്കെ കാണിച്ചുകൊണ്ട് ആ ബാങ്കിനെയും നിസ്കാരത്തെയും പോലും ബഹുമാനിക്കാതെ പോകുന്ന പല പ്രവണതകളും ഉണ്ടാകാറുണ്ട്. നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, അവരവർക്ക് അവരുടേതായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ മതവിധികളെ ലംഘിക്കാതിരിക്കുക. അങ്ങനെ ലംഘിക്കുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഈമാനാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ചിന്തിക്കുക.